ഈ സാധാരണ ഈ വീട് വാങ്ങുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഇവിടെ? ഒന്ന് രണ്ട് സാധനങ്ങൾ. ഒന്ന്, ഈ പുതിയ വീട്ടിലോട്ട് ഇത് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് വീടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പഴയതാണോ വീട് വേണ്ട പുതിയത് വാങ്ങിക്കാം എന്ന് പറയും, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാമെന്ന് പറയും. പഴയ വീട് യൂഷ്വലി അങ്ങനെ വാങ്ങൽ കുറവാണ് ആൾക്കാർ. അല്ലെങ്കിൽ പിന്നെ പഴയ വീട് എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥലത്തിന് വില വരാം, വീടിന് വിലയില്ല, അതെ അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കാം അതെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. അതെ കാരണം ഈ പഴയ വീട് വാങ്ങിച്ചാലും ഇത് പണിയണ പൈസ അല്ലേ, അതെ അതെ റിനോവേറ്റ് ചെയ്യാൻ നല്ല പൈസ അല്ലേ. അതെ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? എന്തൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെയുള്ള വീടുകൾ വാങ്ങിക്കുമ്പം യൂഷ്വലി കാണിക്കുന്ന മിസ്റ്റേക്കുകൾ? പല മിസ്റ്റേക്കുകൾ. ഒന്ന്, വളരെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസിന്റെ മേലെ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഇതൊരു ഹൈ ടിക്കറ്റ് പർച്ചേസ് ആണ്. നന്നായിട്ട് ഈ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന തെറ്റുകളേ ഉള്ളൂ ഇത്. ഒന്ന് നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബയേഴ്സ് ഏജൻസികളുടെ കൂടെ വർക്ക് ചെയ്യുക. പഠിക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ: ഒന്ന്, റോങ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളോളം ഗ്രോ ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 10 വർഷത്തോട്ട് ചിലപ്പം മാർക്കറ്റ് താഴോട്ട് പോകുന്ന പോലെ കാണാം. ആൻഡ് ദെൻ യു ഫീൽ, എന്താ പറയുക, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്, റൈറ്റ്? ഇപ്പം നമ്മളൊരു KPMGയിലെ ഒരു പാർട്ട്ണർ ഹാഡ് വർക്ക് വിത്ത് മീ ഓവർ ലാസ്റ്റ് ഇയർ. സോ ദിസ് ഫാമിലി പർച്ചേസ്ഡ് എ പ്രോപ്പർട്ടി ഇൻ പെർത്ത്. ഒരു ഹൈ ഇൻകം ഏർണിംഗ് ഫാമിലിയാണിത്. പക്ഷേ അവർ റിയലൈസ് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. ആൻഡ് ദെൻ റിയലൈസ് ഇതൊരു മിസ്റ്റേക്ക് പറ്റി, ഇനി നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റേ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, റൈറ്റ്? ആൻഡ് ദെൻ ഓൾമോസ്റ്റ് 1-2 വർഷത്തോളം എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു. അപ്പോൾ ഇതുപോലെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ആ ജേണി അവിടെ നിർത്തും. ഈ ജേണി ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇറ്റ്സ് മോർ അബൌട്ട് ആ ഒരു മൊമെൻറ്റം ബ്രിങ്സ് ഇൻ, എന്താ പറയുക, ബെറ്റർ പെർഫെക്ഷൻ ഓവർ ദ ടൈം എന്നാണല്ലോ. നമ്മൾ തുടക്കത്തിലേ കൊണ്ടുപോയിട്ട് വലിയ ഗോൾഡൻ ഡീൽ അടിക്കണം എന്നില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗെയിം ഈസ്. അപ്പോൾ തുടക്കത്തിൽ തെറ്റുകൾ പറ്റാതിരിക്കട്ടെ. വരാവുന്ന തെറ്റുകൾ ഈ പറഞ്ഞ പോലെ റോങ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, റോങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോപ്പർട്ടിയിൽ ഒരുപാട് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാം. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീടിൻ്റെ മുമ്പിൽ ഒരു ഹൈവേ പോകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഹൈവേയുടെ മുമ്പിൽ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബെറ്റർ ഇതാണ്, അല്ലേ? റോഡ് സൈഡ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ദേ വാണ്ട് ടു ലിവ് ഇൻ എ ക്വയറ്റ് സ്പേസ്. അപ്പം ഹൈവേയുടെ മുമ്പിലുള്ള വീടിനേക്കാൾ അറ്റ്ലീസ്റ്റ് 2-3% കൂടുതലായിരിക്കും അതിനേക്കാൾ 2 വീട് ബാക്കിലുള്ള വീടിന്. അത് വലിയ ഡിഫറൻസാണ്. അപ്പോൾ ഇതറിയാതെ പോയിട്ട് മുന്നത്തെ വീട് കൊണ്ടുപോയിട്ട് വാങ്ങും. ഇത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കാൻ നേരത്തെ ഈ പ്രശ്നം വരുന്നത്. വിൽക്കാൻ നേരത്തെ വരാൻ സെല്ലിംഗ് ഏജൻറ്റുകൾ ഈ എല്ലാ പ്രശ്നങ്ങളും തുറന്നു കാണിക്കും. എടാ, നിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇതേ ചിലപ്പോൾ സെയിൽസ് ഏജൻറ്റ് ചിലപ്പോൾ എന്താ പറയുക, ആദ്യം തുടക്കത്തിൽ വാങ്ങാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടാവും ഹൈവേയുടെ മുന്നിലെ വീടാണെന്നും പറഞ്ഞിട്ട്. കാരണം ദേ ബിലീവ് സെയിൽസ് ഏജൻറ്റ് ജോബ് ഇസ് ടു സെൽ, റൈറ്റ്? അപ്പോൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ മൈറ്റ് യൂസ് ഹൈവേ ആസ് എ ഗുഡ് തിങ്, ആൻഡ് ദെൻ വെൻ ദേ ആർ സെല്ലിംഗ് ലേറ്റർ ദേ യൂസ് ആസ് എ ബാഡ് തിങ്. അപ്പം സെല്ലിംഗ് ഏജൻറ്റ് ജോബ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് അബ്സോർബ് ചെയ്തുകൊണ്ട് ആരും ഒരു തീരുമാനം എടുക്കരുത്. അപ്പം അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഇലക്ട്രിക് ലൈനോ അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് വീടിൻ്റെ മുന്നിൽ ബാക്കിക്കോട്ട് ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നു. ഇമാജിൻ ദ ഫാമിലി ഹു ഇസ് ലിവിങ് ഇൻ ദാറ്റ് ഹൗസ്. എല്ലാ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോഴും ആ ട്രെയിൻ പാസ് ചെയ്യുന്ന നോയ്സ്, പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ പീപ്പിൾ വോണ്ട് ബൈ ദാറ്റ് ഹൗസ്. സോ വെൻ നിങ്ങളത് വെക്കാൻ നേരത്തെ ആരും ഇത് വാങ്ങാൻ വരത്തില്ല. അപ്പോൾ അത് തുടക്കത്തിലേ അറിയുക. അപ്പോൾ തുടക്കത്തിലേ അറിഞ്ഞ് ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് ഒഴിവാവുക. ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ബുഷ് ഫയർ, ചിലപ്പോൾ വല്ല ഫ്ലഡ് ഉണ്ടാവാം. ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലഡ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലഡ് സോണുകളും കാര്യങ്ങളൊന്നും അറിയാതെ ആദ്യം പോയിട്ട് വീട് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ നാളെ ഫ്ലഡ് വരാൻ നേരത്തെ ഇൻഷുറൻസ് കോസ്റ്റ് ഹെവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷാവർഷം $1,000, $2,000, $3,000 മേലെ ഇൻഷുറൻസ് കൊടുത്ത് ജീവിക്കും. അപ്പോൾ ദെൻ ദേ റിയലൈസ്, അയ്യോ തെറ്റ് പറ്റിയല്ലോ. അപ്പം അന്ന് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പ്രോപ്പർട്ടി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഡിസ്കസ് ചെയ്യാൻ ആൾക്കാർക്കൊരു മടിയുണ്ട്. ഒരു വീട് വാങ്ങുന്നതും കാശ് ഉണ്ടാക്കിയെന്ന് അടുത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൂയാണോ, അവരതെങ്ങനെ വിചാരിക്കും എന്ന് വെച്ചിട്ട് അവരിത് ആരോടും ഡിസ്കസ് ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് പോലും അവർ അപ്രോച്ച് ചെയ്യില്ല. ഇത് ആക്ച്വലി എൻ്റെ ഒരു ക്ലയൻസ് എന്നോട് പറഞ്ഞതാണത്. അവർക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് ചില ആൾക്കാരുടെ അടുത്ത് ദേ ഡിഡ് നോട്ട് റീച്ച് ഔട്ട് ബിക്കോസ് ദാറ്റ് വാസ് എ മലയാളി. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എന്താ സോ വാട്ട്?
പക്ഷേ അപ്പോൾ അവരറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ് അറിയും, എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ദ ബിഗർ ഇമ്പാക്റ്റ് ഈസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അപ്പം റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസസ് എടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതൊരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത്, ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന് നമുക്കറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്.